ഉമ്മാക്കുള്ള ചെരിപ്പ്. രചന ഹനീഫ് ലബ്ബക്ക പക്യാര. അവതരണം ഷാഹുൽ മലയിൽ. ഉമ്മാക്ക് ഈ ചെരുപ്പുകൾ ഇഷ്ടപ്പെട്ടോ? ഉമ്മാക്കായി ഗൾഫിൽ നിന്നും കൊണ്ടുവന്ന സാധനങ്ങൾ നൽകുന്നതിനിടയിൽ കൊണ്ടുവന്ന ഉമ്മയുടെ 3 ജോഡി ചെരുപ്പുകളും നൽകി അവൻ ചോദിച്ചു. നല്ല ഭംഗിയുണ്ട്, കനവും കുറവാണ്. ഉമ്മയുടെ സന്തോഷം കണ്ടപ്പോൾ അവന് സമാധാനമായി. ഇടയ്ക്ക് മറ്റുള്ളവർക്കെല്ലാം സാധനങ്ങൾ അവരവരുടെ നൽകുന്നതിനിടയിൽ ഭാര്യയ്ക്ക് നൽകിയത് ഓരോന്നും അവൾ ഉമ്മാക്കും കാണിക്കുന്നുണ്ടായിരുന്നു. ഉമ്മയും അവളും അഭിപ്രായങ്ങൾ പറയുന്നു, ചിരിക്കുകയും ചെയ്യുന്നു. ഇടയ്ക്ക് അവളുടെ ചെരുപ്പ് അവൾ ഉമ്മയെ കാണിച്ചപ്പോൾ ഉമ്മ പറയുന്നു കേട്ടു, നല്ല നിറം. അപ്പോൾ അത്ര കാര്യമാക്കിയില്ല. പിന്നീട് ചിന്തിച്ചു, ഉമ്മാക്ക് കൊണ്ടുവന്ന ചെരുപ്പുകൾ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ? ഞാൻ വിഷമിക്കേണ്ടെന്ന് എഴുതി പറഞ്ഞതായിരിക്കുമോ? കാലത്ത് അത്യാവശ്യമായി ടൗൺ വരെ പോവാനുണ്ടെന്ന് പറഞ്ഞിറങ്ങി. പല കടകളും കയറിയിറങ്ങി. ഉമ്മയുടെ അളവിലുള്ള, ഉമ്മ ഇഷ്ടപ്പെടുന്ന, കനമില്ലാത്ത, ഇന്നലെ ഉമ്മ നല്ല ഭംഗിയുള്ള നിറമെന്ന് പറഞ്ഞ നിറമുള്ള ചെരുപ്പിനായി. നിറം കിട്ടുമ്പോൾ കനം കൂടുതൽ, രണ്ടും കിട്ടുമ്പോൾ സൈസ് ഇല്ല. കുറച്ച് കറങ്ങേണ്ടി വന്നു, എങ്കിലും അവസാനം ലഭിച്ചു. അങ്ങനെ വീട്ടിലെത്തി. ഉമ്മ, ഇതൊന്ന് നോക്കിയേ. ഇതെന്താ മോനെ, ചെരുപ്പോ? എന്തു പറ്റി എന്റെ മോനെ അണക്ക്? ഇന്നലെ ഇയ്യന്നല്ലേ 3 ജോഡി കൊണ്ടുവന്നെന്ന്? അതല്ല ഉമ്മ, ഈ കളർ എങ്ങനെയുണ്ട്? ഇത് ഇന്നലെ ഓൾക്ക് കൊണ്ടുവന്ന പോലെ തന്നെ ഉണ്ട്. അല്ല മോളെ, നോക്കിയേ. ശരിയാണല്ലോ, അതേ കളറ്. അല്ല ഉമ്മ, ഇന്നലെ ഇവിടെ ചെരുപ്പ് കണ്ടപ്പോ നല്ല നിറാണെന്ന് ഉമ്മ പറയുന്ന കേട്ടു. ഉമ്മ കൊണ്ടുവന്ന ചെരുപ്പുകളിൽ ആ നിറം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ കാലത്തിന് ഇതിനായിട്ട് ഈ നേരം വരെ? എന്റെ മോനെ, അന്റെ ഒരു കാര്യം. ഇക്ക, ഉമ്മ നല്ല നിറായതുകൊണ്ട് പറഞ്ഞു. അതിന് നിങ്ങള് ശരി വിട്ടേക്ക്. ഇപ്പൊ എനിക്ക് സന്തോഷായി. ഉമ്മാക്ക് സന്തോഷായില്ലേ ഉമ്മ? യാ അല്ലാ, ഇവന്റെ ഒരു കാര്യം. ശരി, നീ ഇവിടെ വന്നേ. അവൻ അവളെ വിളിച്ചു. അവനും ഉമ്മയെ ഇരിക്കുന്നിടത്ത് അവളും വന്ന് നിന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ ചെറിയൊരു കഥ പറയാം. പണ്ട് ഒരു 12 വയസ്സായി കാണും എനിക്ക്. ഉപ്പ മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിരുന്നു. വീട്ടിൽ ചെറുതായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന കാലം. ഒരു വേനലവധി നാൾ വൈകിട്ട് കുറച്ച് ബന്ധുക്കൾ വീട്ടിൽ വന്നു. കൂട്ടത്തിൽ എൻ്റെ ഒരു പ്രായക്കാരനുണ്ടായിരുന്നു. അവർ പോയതിനു ശേഷം രാത്രി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവരുടെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആ ചെറുക്കനിട്ടിരുന്ന ഷൂ നല്ല ഭംഗിയുണ്ടായിരുന്നല്ലേ അമ്മ? നല്ല വെളുത്ത ഷൂ. എന്റെ മോന് അത് ഇഷ്ടപ്പെട്ടോ? മോന് വേണോ അതുപോലത്തേത്? വേണ്ടമ്മ, ഞാൻ വെറുതെ പറഞ്ഞതാ. പിറ്റേ ദിവസം ഉമ്മ പറഞ്ഞു, വാ നമുക്ക് ടൗണിൽ പോയി വരാം. ഉമ്മയുടെ കൂടെ പോവാനൊരുങ്ങി. ടൗണിലെത്തിയപ്പോൾ ഉമ്മ ആദ്യം ചെന്നത് ഒരു ചെറിയ സ്വർണ്ണക്കടയിലായിരുന്നു. ഉമ്മ കടക്കാരനോട് സംസാരിച്ച് ഒരു ഉറുമാൽ പൊതി തുറന്ന് 2 കമ്മലുകൾ എടുത്തു കൊടുക്കുന്ന ഞാൻ ശ്രദ്ധിച്ചു. ഉമ്മയുടെ അടുത്ത് സ്വർണ്ണായിട്ട് ആകെ ഉണ്ടായിരുന്ന ഉമ്മാന്റെ കമ്മലുകൾ. ഉമ്മ, ഇതെന്തിനാ കൊടുക്കണേ? ഞാൻ പതുക്കെ ചോദിച്ചു ഉമ്മാനോട്. അത് പഴയതായില്ലേ, കാത് വേദനിക്കുന്നുണ്ട്. ഉമ്മ പുതിയത് പിന്നീട് വാങ്ങിച്ചോളാം. കമ്മല് വിറ്റ് പൈസയായിട്ട് ഉമ്മ എന്നെ കൂട്ടിക്കൊണ്ടുപോയത് ചെരുപ്പടയിലേക്കായിരുന്നു. വെളുത്ത, ഞാൻ ഏറെ ആഗ്രഹിച്ചു പോയ ഷൂ. അന്ന് ആ 12 വയസ്സുകാരൻ്റെ കണ്ണ് നിറഞ്ഞു സന്തോഷം കൊണ്ട്. തുണിക്കടയിൽ ചെന്ന് 2 ഷർട്ടിനുള്ള തുണി വാങ്ങിച്ചു. അത് ടൈലറിന്റെ അടുത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിയാ ഉമ്മയും ഞാനും തിരിച്ചു വന്നത്. രാത്രി ഉമ്മ പറഞ്ഞു, മോനെ, ഈ ആ ഷൂ ഒന്നിട്ടേ, ഉമ്മയൊന്ന് നോക്കട്ടെ. അതിട്ട് വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്റെ മോന് സന്തോഷമായോന്ന്. പറഞ്ഞു തീർന്നപ്പോൾ അവളുടെയും ഉമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഉമ്മയെ ചേർത്ത് പിടിച്ച് അവൻ ചോദിച്ചു, എന്റെ ഉമ്മാക്ക് വിഷമായോ? അവന്റെ തലയിൽ തലോടിയതല്ലാതെ ഉമ്മ ഒന്നും പറഞ്ഞില്ല. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ.